സർ, സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം കേസ് നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മൾ ഒപിയിലാണെങ്കിലും ഐപിയിലാണെങ്കിലും ഒരുപാട് കേസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇതിലിപ്പോ ആയുർവേദം ചികിത്സാ രീതിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം? ഏത് സ്റ്റേജിൽ അപ്രോച്ച് ചെയ്യാം എന്നൊക്കെള്ളതിനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതൊന്ന് സാറോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മളൊരു 10 വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 0.9% താഴെയായിരുന്നു ഈ ഒരു സ്ട്രോക്ക് വരുന്ന ആളുകളുടെ ആ ഒരു മൊത്തമായിട്ടുള്ള ഒരു കണക്ക് വരുന്നത്. പക്ഷെ റീസെന്റ് നമ്മളൊരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വളരെയധികം കൂടിയിട്ടുണ്ട്. പ്രായമായ ആൾക്കാരിലുപരി യുവാക്കളിലും, അതേപോലെ പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഒരുപാട് സ്ട്രോക്ക് കേസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളാണോ? ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ അതിന് വേണ്ടിയിട്ടുണ്ടോ? തീർച്ചയായും. ആക്ച്വലി ഇപ്പൊ ഈ റീസെന്റ്ലി പുതിയ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത് തന്നെ യുവാക്കളിൽ, എസ്പെഷ്യലി 40 മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകളിൽ ഈ സ്ട്രോക്കിന്റെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് നിലവിലുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ജനിതകപരമായി ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് വെസലുമായി ബന്ധപ്പെട്ട വാസ്കുലൈറ്റിസ് പോലെ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ എന്നൊക്കെ പറയുന്ന പല പല കണ്ടീഷൻസും അതിന് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് കൂടി വരാനുള്ളൊരു കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജീവിത രീതി തന്നെയാണ്, ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഇപ്പം നമ്മൾ വ്യായാമക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഫുഡ് ഹാബിറ്റ്സ്, ഫുഡിൽ നമ്മൾ കൂടുതൽ ഹൈ ഫാറ്റ് അടങ്ങിയ ഡയറ്റ്, ജങ്ക് ഫുഡുകൾ കഴിക്കുന്നത്, അപ്പം അങ്ങനെയുള്ളത് ഒരു കാരണമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്ട്രെസ്സാണ്. ഇപ്പോൾ സാമ്പത്തികപരമായി, അതല്ലെങ്കിൽ നമ്മുടെ തൊഴിൽപരമായി, അതല്ലെങ്കിൽ യുവാക്കൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഒരു ഭയങ്കര ഒരു ഘടകം. പിന്നെ റയർലി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ, ഡ്രഗ് യൂസ് ഒക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള യുവാക്കളിൽ സ്ട്രോക്ക് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നമ്മളെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുത്താം. പക്ഷെ ചോദ്യം ശരിയാണ്. ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നമ്മളെ വളരെയധികം ഇതിൽ റോള് വഹിക്കുന്നുണ്ട്. സർ, അതേപോലെ തന്നെ സ്ട്രോക്ക് വരുന്നതിന് മുന്നേ ആ വ്യക്തി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതേപോലത്തെ അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് അവർക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും. അതായത് എന്തൊക്കെ സിംപ്റ്റംസ് കാണിച്ചാലാണ് എത്ര ടൈമിന്റെ ഉള്ളിൽ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊന്ന് പറയാം. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ഈ ഒരു എപ്പോഴും ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോമിൽ പറയാറുണ്ട്. എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ പൊതുവെ ഫേസ്, നമ്മുടെ ആംസ്, നമ്മൾ കൈ, അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഫേസ്, ഇപ്പോൾ മുഖത്തിനുണ്ടാവുന്ന ഒരു കോട്ടം, ഒരു ഫേസ് ഡീവിയേഷൻ പലപ്പോഴും ഇതിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ കാലിലും പിന്നെ കയ്യിലുണ്ടാവുന്ന തരിപ്പ്, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകുന്ന രീതിയിലുള്ള ഈവൻ തരിപ്പടക്കം നമുക്ക് ആ രീതിയിൽ ഉണ്ടാവാം. പിന്നെ എസ് എന്ന് പറയുന്നത് സ്പീച്ചാണ്, സംസാരത്തിലുണ്ടാവുന്ന പ്രശ്നം, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ സംസാരം കുഴഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ ടൈം എന്ന് പറയുന്നത് ഇതിനൊരു ഗോൾഡൻ അല്ലെങ്കിൽ വിൻഡോ പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ ഹവേഴ്സ് പറയുന്നുണ്ട്. സ്ട്രോക്ക് നമ്മളൊരു 4.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ രോഗിയെ നമുക്കൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്ട്രോക്ക് സെൻ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ അവരൊക്കെ ഡിസബിലിറ്റി അല്ലെങ്കിൽ മോർബിഡിറ്റി കുറക്കാൻ പറ്റും, കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയാറ്. അപ്പോൾ ടൈം വളരെ പ്രധാനമാണ്. അപ്പം നമ്മൾ വീട്ടിലിരുത്തി പല രീതിയിലുള്ള ചികിത്സകൾ നോക്കുന്നതിന്, അല്ലെങ്കിൽ ഈ പ്രഥമ ശുശ്രൂഷയേക്കാൾ ഉപരി എത്രയും പെട്ടെന്ന് CT സ്കാനൊക്കെ സൗകര്യമുള്ള, അതല്ലെങ്കിൽ പിന്നെ സ്ട്രോക്ക് സെൻ്ററുകളിലേക്ക്, അല്ലെങ്കിൽ നല്ല എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻ്ററുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത്, ഗോൾഡൻ അവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4.5 മണിക്കൂറാണ് ഒരു ഐഡിയൽ, അല്ലെങ്കിൽ 6 മണിക്കൂറാണ് ഒരു ഐഡിയൽ ടൈമായിട്ട് പറയുന്നത്. അപ്പം അതിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ പലർക്കും റിക്കവറി വളരെ ഈസിയാണ്, അല്ലെങ്കിൽ റിക്കവറി മോർബിഡിറ്റി മാക്സിമം കുറക്കാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതാണ് നമ്മൾ പറഞ്ഞ ഫാസ്റ്റ്. അപ്പോൾ മുഖം കൂടുക പോലെയുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ കയ്യിനും കാലിനും ഉണ്ടാവുന്ന തരിപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക, വീക്ക്നെസ്, ബലക്കുറവ് പോലെ വരുന്നത്, അതുപോലെ സംസാരത്തിലുണ്ടാവുന്ന കുഴച്ചിൽ, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള പ്രയാസം, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് തുടക്കം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഫാമിലി മെമ്പേഴ്സ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ CT സൗകര്യമുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് സെൻ്ററിലേക്ക് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗോൾഡൻ അവേഴ്സിൽ അവരെ വിത്തിൻ ഗോൾഡൻ അവേഴ്സ് അവരെ എത്തിക്കാൻ പറ്റിയാൽ അത് ഒരു നല്ലൊരു കാര്യമാണ്.
സാധാരണയായിട്ടും സ്ട്രോക്ക് വന്ന പേഷ്യൻസ് മോഡേൺ മെഡിസിനിലെ സാധ്യതകൾ നമുക്കറിയാം. എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത്. അപ്പം ആയുർവേദത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാ? ഒരു ആയുർവേദത്തില് നമ്മള് ഈ ഒരു ഇമ്മീഡിയേറ്റ് അല്ലെ സാറ് പറഞ്ഞ പോലെ തന്നെ അക്യൂട്ട് ഫേസ് കഴിഞ്ഞാല്, അത് കഴിഞ്ഞിട്ട് ആ പേഷ്യന്റ് നമുക്ക് ഇമ്മീഡിയേറ്റ്‌ലി നമ്മളൊരു ആയുർവേദ കെയർ കൊടുക്കാൻ പറ്റോ? അല്ലെങ്കിൽ എത്ര നാളിന്റെ ഉള്ളിലാണ് നമ്മളൊരു ആയുർവേദ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിപ്പോ ബിജിക്ക് അറിയാലോ നമ്മളിവിടെ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നതല്ലോ. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് സ്ട്രോക്കിനെ 2 ഫേസ് ആയിട്ട് തിരിക്കാം. അതായത് അക്യൂട്ട് ഫേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു റീഹാബിലിറ്റേഷൻ ഫേസ്. അക്യൂട്ട് ഫേസിൽ പലപ്പോഴും നമുക്കിപ്പോ അക്യൂട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ പോലെയാണ്. ഉദാഹരണം എങ്ങനെയാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ രക്തക്കുഴലിലേക്കുള്ള ഒരു രക്തക്കുഴലിൽ ഒരു ബ്ലോക്ക് വന്നുകൊണ്ട് അവിടേക്കുള്ള രക്തോട്ടം ബ്രെയിനിലോട്ടുള്ള രക്തോട്ടം കുറയുന്നത് കൊണ്ടാവാം. അത് നമ്മൾ ഇസ്കെമിക് സ്ട്രോക്ക് എന്ന് പറയാറുണ്ട്. മറ്റേതെന്താണ് ബ്ലഡ് വെസൽ പൊട്ടി ബ്രെയിനിനകത്തേക്ക് ബ്ലീഡിങ് വന്നുകൊണ്ട് ഉണ്ടാവുന്ന സ്ട്രോക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ രണ്ടും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ബ്ലോക്ക് മാറ്റണം അല്ലെങ്കിൽ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ തരണം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഇനീഷ്യലി ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടിയും ഒരു പേഷ്യന്റിന് കുറച്ചും കൂടിയും ഈ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രീതിയിൽ ചെയ്യേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞ് ആ എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റീഹാബിലിറ്റേഷൻ ഫേസ് ഉണ്ട്. അതായത് ഉടനെ തന്നെ ഒരു 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ അത് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഈ ഒരു അക്യൂട്ട് ഫേസ് കഴിഞ്ഞ ഉടനെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആയുർവേദ ചികിത്സകളും അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ചികിത്സകളും ആ റീഹാബിലിറ്റേഷൻ ഫേസിൽ തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചും കൂടി റിക്കവറി ഫാസ്റ്റ് ആക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ റീഹാബിലിറ്റേഷൻ ഫേസിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആ ട്രീറ്റ്മെന്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ മോർബിഡിറ്റി കുറച്ചുകൊണ്ട് മാക്സിമം റിക്കവറിക്ക് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാലും പല പേഷ്യൻസിലും അതിന്റെ സിംപ്റ്റംസ് പെർസിസ്റ്റിംഗ് ആണ്. അതായത് ബലക്കുറവുണ്ടാവും, കൈകാലുകൾക്ക് ബലക്കുറവുണ്ടാവും, സംസാരശേഷിയിൽ വ്യക്തത കുറവുണ്ടാവും, ഓർമ്മക്കുറവ്, അങ്ങനത്തെ കുറേ സിംപ്റ്റംസ് പിന്നെയും പെർസിസ്റ്റിംഗ് ആണ്. അപ്പൊ അതിലൊക്കെ നമുക്ക് ആയുർവേദ ചികിത്സാ രീതിയിൽ കൂടെ എന്തൊക്കെയാണ് നമുക്ക് അതിനുള്ള ഓപ്ഷൻസ്, ആ ഒരു റിക്കവറി ഫാസ്റ്റ് ആക്കാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ് ആയുർവേദത്തില്? ഇത് നമുക്ക് ആയുർവേദത്തിൽ നമ്മുടെ ഇപ്പൊ ഈ സ്ട്രോക്കിന് പൊതുവെ പക്ഷാഘാതം പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതെ. പക്ഷാഘാതം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പിന്നെ പറയുന്നത്. അപ്പൊ ഈ പക്ഷാഘാതം ആക്ച്വലി നമ്മളാ പിന്നെ ഈ പക്ഷാഘാതത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റുകളിൽ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആക്ച്വലി. അത്രയും നല്ല രീതിയിലാണ് അതിന്റെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന അതിന്റെ എറ്റിയോളജി, നിദാനം, അതല്ലെങ്കിൽ അതിന്റെ ഈ പാത്തോളജി ഒക്കെ വളരെ കൃത്യമായിട്ടും അതിന്റെ ആ ഒരു പ്രോസസ്സും വളരെ കൃത്യമായിട്ട് പക്ഷാഘാതത്തിന്റെ ശ്ലോകത്തിൽ അല്ലെ നമ്മൾ പഠിച്ചതല്ലേ? ആ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ അത്രയും വെൽ ഡിസ്ക്രൈബ്ഡ് ആണ് ഈ പക്ഷാഘാതത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് പോലെ. അതോടൊപ്പം തന്നെ അതിന്റെ ചികിത്സ വളരെ കൃത്യമായി പ്രോട്ടോക്കോളോട് കൂടി ഒരു സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബേസിക് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ അതിന് ആയുർവേദ ടെക്സ്റ്റുകളിൽ ദാറ്റ് മീൻസ് പണ്ട് കാലങ്ങൾ തൊട്ട് തന്നെ ഈ ആയുർവേദമുള്ള കാലം തൊട്ട് തന്നെ ഇതിന്റെ ചികിത്സകൾ വളരെ കൃത്യമായിട്ട് നടന്നു പോയിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും വെൽ ഇതായിട്ട് പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ട് ആയുർവേദ ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മളിപ്പോ ഇന്ന് കൂടുതലായിട്ട് അതും ഈ ആയുർവേദത്തിലാണെങ്കിൽ പോലും ഡിഫറെന്റ് ഫേസ് തന്നെയാണ് നമ്മൾ അതിന്റെ ഈ റീഹാബിലിറ്റേഷൻ ഫേസിലാണെങ്കിൽ ഇപ്പൊ നേരത്തെ ഡോക്ടർ ചോദിച്ചില്ലേ പിന്നെ നമ്മുടെ സംസാരത്തിൻ്റെതും ഓർമ്മക്കുറവിൻ്റെതും ബലക്കുറവിൻ്റെതും ഒക്കെ എങ്ങനെയാണ് നമ്മൾ അപ്പൊ അതിനും ഓരോ ഫേസുകളുണ്ട്. അപ്പൊ നമുക്കൊരു ഇനീഷ്യൽ ഫേസിൽ നമ്മളുടെ ഒരു പ്രോട്ടോകോൾ ഡിഫറെന്റ് ആണ്. അവിടെ ആ സമയത്ത് നമ്മൾ ഉദ്വർത്തനം പോലെയുള്ള അല്ലെങ്കിൽ അഭ്യംഗം പോലെയുള്ള പല രീതിയിലുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ അതിൽ പല രീതിയിലുള്ള നമ്മളിപ്പോൾ ആയുർവേദം നമ്മൾ കേരളത്തിലൊക്കെ കിഴികൾ ഇപ്പൊ നമുക്കറിയാം ശാഷ്ടികപിണ്ഡസ്വേദം, അണ്ഡപിണ്ഡസ്വേദം, അങ്ങനെയുള്ള പല പല ചികിത്സാ രീതികളുണ്ട് നമ്മുടെ. പിന്നെ പഞ്ചകർമ്മകളുണ്ട്, പിന്നെ ശിരോധാര, നസ്യം, ഇതൊക്കെ നമ്മുടെ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് സ്ട്രോക്കിന്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇസ്കെമിക് സ്ട്രോക്ക് ഉണ്ട്, ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് രണ്ടിനും രണ്ട് രീതിയിലാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് അപ്രോച്ച് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലും ഏതാണെന്ന് മനസ്സിലാക്കി കറക്റ്റ് എറ്റിയോളജി മനസ്സിലാക്കി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്സ് പേഷ്യൻസിൽ
കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചികിത്സകളാണ് നമ്മൾ. പിന്നെ ഇന്റേണലി ഇപ്പൊ നമ്മൾ രസായനങ്ങൾ പറയാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഓർമ്മക്കുറവൊക്കെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ള രസായന തെറാപ്പികൾ, നമ്മൾ രസായന ചികിത്സകൾ നമ്മൾ രോഗിക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ കുറച്ചും കൂടിയും ആ ഒരു ന്യൂട്രീഷൻ ലെവലും അല്ലെങ്കിൽ ധാതുവിനെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കറക്റ്റ് ചെയ്യാൻ, നമ്മുടെ ന്യൂറോൺസിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചികിത്സകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പലർക്കുള്ളൊരു സംശയമാണ് മോഡേൺ മെഡിസിന്റെ കൂടെ തന്നെ നമ്മൾ ആയുർവേദ ചികിത്സാ രീതികളും മരുന്നുകളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അതിലൊരു അവയർനെസ് ഒന്ന്. ശരിയാണ്, ശരിയാണ്. ഇത് പലപ്പോഴും രോഗികൾ വരുമ്പോൾ പലപ്പോഴും പല രീതിയിൽ കൺഫ്യൂഷൻസ് അവർ പറയാറുണ്ട്. പിന്നെ പലപ്പോഴും ഞങ്ങൾക്ക് ഇന്റേണൽ മെഡിസിൻ വേണ്ട, ഞങ്ങൾ ആ മോഡേൺ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പല രീതിയിലുള്ള ഡൗട്ടുകൾ എന്നോട് നേരിട്ട് രോഗികൾ എന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അതിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. നമ്മൾ മോഡേൺ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചികിത്സയും നമ്മുടെ മരുന്നുകളും കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസും എന്താണ് ഒരു ഡ്രഗ് ഇന്ററാക്ഷൻ വരുന്നുണ്ടോ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എങ്ങനെയാണ് മോഡേൺ മെഡിസിൻസ് നമ്മൾ അവർ കൊടുക്കുന്നത് അറിയാമായിരിക്കും. നമ്മുടെ ഡ്രഗ്, നമ്മുടെ മെഡിസിൻസ് നമുക്കറിയാം. സോ ചില വളരെ റെയർ ആയിട്ട് കുറച്ച് മെഡിസിൻസ് പലപ്പോഴും ഒരു ഡ്രഗ് ഇന്ററാക്ഷൻ കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അതർവൈസ് വേറെ ഒരു പ്രോബ്ലംസും ഇല്ല. നമുക്ക് കൃത്യമായിട്ട് പിന്നെ നമ്മളെ മെഡിസിൻസ് കൊടുക്കാം. പിന്നെ ഒരു പരിധി വരെ ഈ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് നമ്മളെ പണ്ടത്തെ പോലെയല്ല. ഇന്നിപ്പോ നമുക്ക് ഈ മോഡേൺ മെഡിസിൻ അവർ കഴിക്കുന്നുണ്ടാവും, ഫിസിയോതെറാപ്പി ഉണ്ട്, ആയുർവേദം ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള, നമ്മളിതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ആയുർവേദവും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയും ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, ഇപ്പൊ ഫിസിയോതെറാപ്പി മാത്രം ചെയ്യുമ്പോൾ ഒരു ടൈം എടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു പേഷ്യന്റിന് ഫിസിയോതെറാപ്പി മാത്രം ചെയ്യുന്ന സമയത്ത് ഒരു 6 മാസത്തെ ടൈം എടുക്കുന്നുണ്ട് റിക്കവറിക്കെങ്കിൽ, ആയുർവേദം ചെയ്യുമ്പോൾ ഒരു 6 മാസം എടുക്കുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ പല രോഗികളിലും പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ ഒരു 4 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ റിക്കവറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അതിനർത്ഥം ഈ കമ്പൈൻഡ് അപ്രോച്ച് പലപ്പോഴും അവർക്ക് സ്പീഡി റിക്കവറി അല്ലെങ്കിൽ ഫാസ്റ്റ് റിക്കവറി, അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം മോർബിഡിറ്റി കുറക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ. സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു പ്രതീക്ഷയില്ലാതെ ഹോപ്പില്ലാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? ഓക്കെ. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഉദാഹരണത്തിന് ഇതെന്താണ്? ഇതിന്റെ ഒരു ഇതിപ്പം പലരും അത് സയന്റിഫിക് ആണോ അല്ലെങ്കിൽ ആ രീതിയിലാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലോ. അപ്പൊ പലപ്പോഴും ഈ ആയുർവേദ ചികിത്സകളും അതുപോലെ തന്നെ നമ്മുടെ ഈ റീഹാബിലിറ്റേഷൻ ഫേസിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ കമ്പൈൻഡ് തെറാപ്പിയുടെയും ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് പുതിയ കാര്യങ്ങളെ പഠിക്കാനും അതല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശ്രമം ഈ ന്യൂറോണൽ കണക്ഷൻസ് വഴി സംഭവിക്കാറുണ്ട്. അതാണ് നമ്മൾ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ട്രോക്ക് രോഗിക്ക് ഒരു ബ്രെയിനിന്റെ ഒരു സൈഡിൽ ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ന്യൂറോൺസ് വെച്ചുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ, ഒരു ഫംഗ്ഷനാലിറ്റി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനം നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഈ രോഗിക്ക് കൊടുക്കേണ്ടി വരും. ആക്ച്വലി നമ്മുടെ ആയുർവേദ ചികിത്സകൾ, ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന അഭ്യംഗം ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കിഴികളായിക്കോട്ടെ, ഇതെല്ലാം നമ്മളൊരു ന്യൂറോണൽ സ്റ്റിമുലേഷൻ ബോഡിയിൽ കൊടുക്കുകയാണ്. ഈ ബോഡിയിൽ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പുതിയൊരു രീതി അല്ലെങ്കിൽ പുതിയൊരു ഫംഗ്ഷനാലിറ്റി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫിസിയോതെറാപ്പി വഴി നമ്മൾ മൂവ്മെന്റ്സ് കൊടുക്കുന്നു, നമ്മൾ ചികിത്സ കൊണ്ട് ഇത് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആക്ച്വലി പഠനങ്ങൾ തെളിയിക്കുന്നത് ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ആവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഫങ്ഷൻസ് അതുവഴി ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യത, അതുവഴി റിക്കവറി നമുക്ക് പോസിബിൾ ആവുന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരിക്കലും നമ്മൾ എന്താണ് എത്രയും ഈ ഒരു ഇതിൽ നമുക്കെന്താണ് ഇതൊരു അവസാനമല്ല. സ്ട്രോക്ക് ഒരിക്കലും അവസാനമല്ല. ഒരു പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ ഒരു 10 വർഷം അല്ലെങ്കിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കേട്ടിട്ടുണ്ട് സ്ട്രോക്ക് വന്നു പിന്നെ ഇനി കിടപ്പിലാണ് എന്നുള്ളൊരു രീതി. അത് മാറിയിട്ടുണ്ട് ഇപ്പൊ ആക്ച്വലി. എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അത് നമ്മുടെ അഡ്വാൻസ്മെന്റ്സ് ഇപ്പൊ അത് ഏതിലായിക്കോട്ടെ, മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, ഫിസിയോ ആയിക്കോട്ടെ, ഈവൻ ആയുർവേദത്തിലടക്കം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പണ്ട് പോയിരുന്ന രീതിയല്ല. നമ്മൾ കുറച്ചും കൂടിയും എന്താണ് റിസർച്ച് ഒക്കെ നടത്തി കുറച്ചും കൂടിയും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചായി അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയി നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ എന്താണ് വളരെയധികം രോഗികൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോക്ക് സംഭവിച്ച ഉടനെ ആസ് ഏർലി ഹോസ്പിറ്റലിൽ എത്തിക്കുക, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കുക. ഈ റീഹാബിലിറ്റേഷൻ ഫേസിൽ നമ്മൾ എന്താണ് ക്ഷമയോടെ, അതാണ് പ്രധാനം, ക്ഷമയോടെ ചികിത്സ തുടരുക.
അതിന്റോടൊപ്പം തന്നെ എന്താണ് രോഗിക്കൊരു വിൽ പവർ ഉണ്ടായിരുന്നു. ഇച്ഛാശക്തി അതിന്റെ കൂട്ടത്തിൽ. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്. ഈ ഈ എന്താണ് ഇത് കുറച്ചൊരു ടൈം എടുക്കുന്നതാണല്ലോ. ഇവരെ റിക്കവറിക്ക് ഒരു ടൈം എടുക്കുന്നുണ്ട്. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ പലപ്പോഴും എടുക്കാറുണ്ട്. സോ ആ ഒരു രീതിയിലാവുമ്പോ ആ ഒരു ക്ഷമയോട് കൂടി നമ്മളതിനെ എന്താണ് ചികിത്സ തുടരുകയാണെങ്കിൽ ബാക്കി ഫാമിലി സപ്പോർട്ടും പിന്നെ രോഗിക്കൊരു നല്ലൊരു വിൽ പവറും ഉണ്ടെങ്കിൽ തീർച്ചയായും പലപ്പോഴും നമുക്കറിയില്ല നമ്മുടെ പല രോഗികളുടെയും വിൽ പവർ എത്ര പെട്ടെന്നാണ് നമ്മൾ കൊടുക്കുന്ന ചികിത്സയിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരും. അപ്പൊ ഞാനതാ പറയുന്നത് നമ്മുടെ ചികിത്സ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ വിൽ പവറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു സാധനവും അതുപോലെ ഫാമിലി സപ്പോർട്ടും. കാരണം അവര് പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അവര് മെന്റലി ഡൗൺ ആയിരിക്കും, ഡിപ്രസ്ഡ് ആവാം, പല രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ അവരിലൂടെ കടന്നു പോകാം. അപ്പൊ ആ സമയത്ത് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അവർക്ക് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇതൊരിക്കലും സ്ട്രോക്ക് ഒരു അവസാനമല്ല. ആസ് ഏർലി അവർക്ക് റിക്കവറി സാധ്യമാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം എന്ന് മാത്രമേ ഉള്ളൂ.